നമസ്കാരം, ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വിൻ ഫ്ലെയിം യാത്ര. എൻ്റെ പേര് രജനി. ഹോപ്പ് നിങ്ങൾ എല്ലാവരും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഈശ്വരൻ്റെ ഗൈഡൻസോടുകൂടി മുന്നോട്ട് പോകാൻ വിശ്വസിക്കുന്നു. സോ ഈ ടോറസ് മാസം, അതായത് സൂര്യൻ ഋഷഭ രാശിയിൽ അല്ലെങ്കിൽ ടോറസ് രാശിയിൽ അല്ലെങ്കിൽ ഇലവൻ രാശിയിലാണ് നിൽക്കുന്നത്. സോ ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ ഈ ഒരു ടൈം നമ്മുടെ വെൽത്തിനെയും നമ്മുടെ അബണ്ടൻസിനെയും കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഇപ്പം നോക്കാം കളക്റ്റീവില് നമ്മുടെ എല്ലാവരും അബണ്ടൻസിന്റെ സ്റ്റേറ്റ് എങ്ങനെയാണ്. ബിക്കോസ് ഇടവം രാശിയിലെ ടോറസ് സൈൻ ആയതുകൊണ്ട് ഇതിന്റെ ധാതു അല്ലെങ്കിൽ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് എലമെന്റ് ആയതുകൊണ്ട് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയിലായിരിക്കണം നമുക്ക് കൂടുതലും ടാപ്പിൻ ചെയ്യാൻ ഈ ഒരു മാസം പറയുന്നത്. പക്ഷെ ഗ്രൗണ്ടഡ് ആവണമെങ്കിൽ നമുക്ക് ബേസിക് ഹ്യൂമൻ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ബേസിക് ഹ്യൂമൻ നീഡ്സ് അത് പൂർണ്ണമായി അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രൗണ്ടഡ് എനർജി ഫീൽ ആവത്തുള്ളൂ. ബിക്കോസ് നമ്മുടെ സേഫ്റ്റി, സെക്യൂരിറ്റി, ഫുഡ്, ഷെൽട്ടർ, പിന്നെ ഫിനാൻസ്, ഇതൊക്കെയാണ് നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് ഗ്രൗണ്ടഡ് ആയിട്ട് എനർജി ഫീൽ ചെയ്യുന്നത്. ഈ നമുക്ക് താമസിക്കാൻ വീടില്ലെങ്കിൽ നമുക്ക് സെക്യൂരിറ്റിയുടെ ടെൻഷൻ ഉണ്ടാവും. ഈ നമുക്ക് പര്യാപ്തമായ ഫണ്ട്സ് ഇല്ല, നമ്മുടെ EMI ബിൽസ് ഒക്കെ ഇങ്ങനെ ഓവറായിട്ട് ഡ്യൂ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടെയും നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ് ചാലഞ്ച് ചെയ്യപ്പെടുന്നത്. സോ ഈ ഒരു രാശി, ഈ ഒരു മന്ത് നമ്മളെ കൂടുതൽ, അഥവാ നമ്മുടെ ഫിനാൻസ് വീക്കാണ് അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പാർട്ട്, ഇപ്പം നമുക്ക് കൺട്രോൾ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാവരും നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ്, നമുക്ക് ഫ്രീഡം ഫീൽ ചെയ്യുന്നില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഫ്രീഡം ഫീൽ ചെയ്യുന്നില്ല. സോ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പോലെ, കൺട്രോൾ ചെയ്യുന്ന പോലെ നമ്മൾ എക്സോസ്റ്റ് എനർജിയിൽ പോകും. ബിക്കോസ് ടോറസ് രാശി അല്ലെങ്കിൽ ഇടവം രാശി ഇതിൻ്റെ ഒരു ധാതുവിൻ്റെ എലമെന്റ് എർത്ത് എലമെന്റ് ആയതുകൊണ്ട് അത് കൂടുതലും മൂലാധാര ചക്രയെ റിലേറ്റഡ് ആയിരിക്കും. സോ നമ്മുടെ അപ്സെറ്റ് ആൻഡ് ട്രിഗേഴ്സ് കൂടുതലും റൂട്ട് ചക്രയെ ബേസ് ചെയ്യുന്നതായിരിക്കും. റൂട്ട് ചക്രനെ സ്ട്രോങ് ആക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ എനർജീനെ, കാരണം റൂട്ട് ചക്രയാണല്ലോ ഗ്രൗണ്ടിങ് നമ്മളെ സഹായിക്കുന്നത്. സോ ഗ്രൗണ്ടഡ് എനർജി ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് സേഫ്റ്റി, സെക്യൂരിറ്റി ഫസ്റ്റ് നമുക്കത് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബേസിക് ഹ്യൂമൻ നീഡ്സിനെ കംപ്ലീറ്റ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇപ്പം നിലവിൽ കളക്റ്റീവിൽ ഫിനാൻഷ്യൽ എനർജീസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ട്, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ട്വിൻ ഫ്ലെയിം ജേർണിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലും സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഈ ടോറസ് രാശി നിങ്ങളെങ്ങനെ ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണെങ്കിൽ യു ക്യാൻ പേഴ്സണലി കോൺടാക്ട് മീ. സോ പ്ലീസ് നിങ്ങൾ ഈശ്വരനെ ഇൻവോക്ക് ചെയ്യുക. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല, ഇപ്പം ഒരുപാട് ലേറ്റ് ആയി. ഇപ്പം ഞാൻ രാത്രിയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ ഈശ്വരൻ്റെ ഗൈഡൻസ് ആണ് വന്നത്. സോ ഞാനത് സറണ്ടർ ചെയ്ത് പോവാണ്. ബിക്കോസ് എൻ്റെ ലൈഫിലും ഫിനാൻഷ്യൽ അപ്സ് ആൻഡ് ഡൗൺസിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് മീ. നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ ഇപ്പം ആ ഒരു ഗൈഡൻസ് ചാനൽ ചെയ്യുമ്പോൾ എനിക്കും കൂടെയാണ് അത് ബെനിഫിറ്റ് ആണ്. സോ എൻ്റെ ലൈഫിലും അത് ഹെൽപ്പ് ചെയ്യപ്പെടും. സോ താങ്ക് യു സോ മച്ച് ഫോർ ഡിയർ ഫാമിലി, ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവ് ആൻഡ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷന് താങ്ക് യു. ആൻഡ് ഞാൻ ഈശോയോട് നന്ദി പറയുന്നു എന്നെ ഒരു ചാനലാക്കി മാറ്റാൻ. സോ പ്ലീസ് കണ്ണുകൾ അടയ്ക്കുക, ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങൾ ഏറ്റവും കണക്ട് ആയപ്പെട്ട ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കുക. ഹാർട്ട് സെന്ററിൽ ഈശ്വരനെ ഗ്രൗണ്ട് ചെയ്യുക, എന്നിട്ട് ക്ലെയിം ചെയ്യുക. ഐ ക്ലെയിം മൈ ഓൾ അബണ്ടൻസ്. ഞാൻ എൻ്റെ സമൃദ്ധി എനർജിയെ ക്ലെയിം ചെയ്യുന്നു. ഐ എം ലെറ്റിംഗ് ഗോ ഓൾ മൈ ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി. നമ്മുടെ സേഫ്റ്റിയെയും ഇൻസെക്യൂരിറ്റിനെയൊക്കെ ബാധിക്കുന്ന എനർജീനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുന്നു. ആൻഡ് ഐ ചൂസ് ടു ഗ്രൗണ്ട് മൈ സെൽഫ് റൈറ്റ് നൗ. ഞാൻ എന്നെ ഗ്രൗണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു നിമിഷം. ഓക്കെ, സോ പ്ലീസ് my spirit guide, my spirit being, divine, archangels, please help me to be a channeler. എൻ്റെ വ്യൂവേഴ്സിന്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അബണ്ടൻസിനെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അബണ്ടൻസിൽ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ പ്ലീസ് കണക്ട് ചെയ്യുക, അവർക്ക് കാണിച്ചു കൊടുക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
കലക്റ്റീവില് അബണ്ടൻസിന്റെ ബ്ലോക്കേജസ് എന്താണ്? ടോറസ് രാശി. ഇടവം രാശിയിൽ ഈ സൂര്യൻ ഇടവം രാശിയിൽ നിൽക്കുമ്പോൾ കലക്റ്റീവില് അബണ്ടൻസിന്റെ ബ്ലോക്കേജ്, മേജർ അബണ്ടൻസ് ബ്ലോക്കേജ്. Breakthroughs. Thank you, Mother. Thank you. Divine Soul. Thank you. The first card is loss. First card loss തന്നെയാണ് വന്നത്. Okay, first card loss ആണ്. Second card guidance. Second card guidance ആണ്. Third card inner power. Okay. Fourth card love. Fifth card gratitude. Mahalakshmi. ലക്ഷ്മി ദേവി നേരിട്ട് വന്നിരിക്കുകയാണ്. സയൻസ്. Receiving. എനിക്ക് 8 കാർഡ് എടുക്കണമെന്നാണ് ആഗ്രഹം. So last card will be change. Okay. And bottom of the deck is individuality. കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയാണ് കളക്റ്റീവില് നമ്മൾ റിസീവ് ചെയ്യാൻ, അബണ്ടൻസിനെ റിസീവ് ചെയ്യാൻ, അല്ലെങ്കിൽ അബണ്ടൻസ് എനർജിയിലേക്ക് ടാപ്പ് ഇൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും എന്തൊക്കെയാണ് ബ്ലോക്കേജസ് വരുന്നത്? സോ വി ക്യാൻ ക്ലിയർ ഇറ്റ്. ഓക്കെ. സോ ലോസ്. Sometimes you learn true offering through loss. You make a passionate invitation for love to take over and bring her own plan instead of the egos. So first card loss ആണ്. സോ ഈ മരം മൊത്തം ഉണങ്ങിയിരിക്കുകയാണ്. അവിടെ ഒരു വെള്ള പ്രാവ് പറന്നു വരുന്നുണ്ട്. സോ ഈ കാർഡ് പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ ട്രൂ ഓഫറിങ്, നമ്മൾ ഈശ്വരന് സമർപ്പണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാല്യൂ, ലവിൻ്റെ ആയിക്കോട്ടെ, ഫിനാൻസിൻ്റെ ആയിക്കോട്ടെ, ബ്ലെസ്സിങ്സിൻ്റെ ഒക്കെ വാല്യൂ അറിയുന്നത് ലോസിലൂടെയാണ്. നമുക്ക് എന്തെങ്കിലും നഷ്ടമാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ളതിൻ്റെ മൂല്യത്തെ പറ്റി അറിയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം വിശക്കുന്നവൻ മാത്രമേ ഭക്ഷണത്തിന്റെ വില അറിയൂ. അതുപോലെ ഫെയിലിയർ കണ്ടവന് മാത്രമേ ഒരു വിക്ടറിയുടെ ഒരു ജയത്തിന്റെ മധുരം എന്താണെന്നറിയൂ. അതുപോലെ നമ്മുടെ ലൈഫിൽ ട്രൂ ലോസ് ഉണ്ടാ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എനർജീനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവത്തുള്ളൂ. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈഗോയിസ്റ്റിക് മൈൻഡ് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ആ തരത്തിൽ ഒരു ക്രിയേഷൻ ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ ഉള്ളിൽ ലോസ് ആക്കണേ നമ്മുടെ ഉള്ളിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്, ലൈക്ക് ഈഗോ ഡെത്ത്. മനസ്സിലായില്ലേ? സോ നമുക്ക് ലോസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഗ്രീവ് ചെയ്യും, സങ്കടപ്പെടും, ഈശ്വരനിലേക്ക് സമർപ്പിക്കും. അത്രയും നാൾ നമുക്കുണ്ടായിരുന്ന റെസിസ്റ്റൻസ്, കൺട്രോൾ മൊത്തം മാറി ഈഗോയിസ്റ്റിക് പ്ലാനിനെയൊക്കെ നമ്മൾ ത്യജിക്കും. സോ നമുക്ക് പൂർണ്ണമായി മനസ്സിലാവും ലൈക്ക് ഈശ്വരൻ അല്ലെങ്കിൽ എന്തോ ഒരു പ്രപഞ്ച ശക്തിയുണ്ട് എനിക്ക് മുകളിൽ ആരോ. അപ്പോൾ നമ്മുടെ പ്ലാനിനേക്കാളും വർക്ക് ചെയ്യുന്നത് ഈശ്വരന്റെ പ്ലാൻ. ആ ഈശ്വരന്റെ പ്ലാനിൽ കൊണ്ടുവരണം. ഈശ്വരന്റെ പ്ലാൻ എന്ന് വെച്ചാൽ അത് ലവ് എനർജിയിലാണ് വരുന്നത്. ഈഗോയിസ്റ്റിക് മൈൻഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ആ ഈശ്വരന്റെ ഗൈഡൻസിനെ അല്ലെങ്കിൽ ഈശ്വരന്റെ പ്ലാനിനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ ആ സമയത്ത് എല്ലാം കൺട്രോൾ ചെയ്യാൻ നോക്കും. നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് മാത്രമേ എടുക്കത്തുള്ളൂ. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മളെപ്പോഴും ബെനിഫിറ്റ് നോക്കിയാണ് ഓരോ കാര്യം ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും റിച്വൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ വർക്ക് ചെയ്യുന്നതും നമ്മളൊക്കെ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു റിസൾട്ട് പ്രതീക്ഷയാണ് എല്ലാം ചെയ്യുന്നത്. സോ പ്രോപ്പറായിട്ട് ആ ലോസ്, നഷ്ടം സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ
ഈഗോയിസ്റ്റിക് പ്ലാനിനെ ത്യജിച്ചിട്ട് ഈശ്വരന്റെ ഗൈഡൻസിനെ സ്വീകരിക്കുക. അപ്പോഴാണ് നമ്മുടെ ആത്മാവ് തലത്തിൽ ഉണരുന്നത്. ബിക്കോസ് ഈഗോന്റെ പ്ലാൻ എല്ലാം ഫ്ലോപ്പായി, നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഈശ്വരനെ ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ സോൾ ഹയർ സെൽഫായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ഇന്നർ ഗൈഡൻസിനെ ഫോളോ ചെയ്ത് എവിടെയാണ് തെറ്റിപ്പോയത്. കാരണം നമ്മുടെ ഈഗോയിസ്റ്റിക് മൈൻഡ് നിങ്ങൾ ഇപ്പം കളക്റ്റീവില് വിശുദ്ധി ചക്രയിൽ പ്രോബ്ലം ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ്റെ സാധ്യത ഉണ്ടാകും. ത്രോട്ടില് നിങ്ങളുടെ ത്രോട്ട് ഡ്രൈനെസ് ഉണ്ടാവാം, കഫ് അല്ലെങ്കിൽ ശ്വാസമുട്ടൽ, ശ്വാസതടങ്ങൾ, കൂടുതൽ ഈ ചെസ്റ്റ് ഏരിയ ത്രോട്ട് പരമായിട്ടുള്ള പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് അങ്ങോട്ട് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബ്ലോക്കേജ് പോലെ ഫീൽ ചെയ്യുകയാണ്. സോ എൻ്റെ ത്രോട്ട് ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. സോ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മൾ പ്രോപ്പർ ലോസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഈശ്വരനെ ഇൻവൈറ്റ് ചെയ്യും, നമ്മളെ സോളിനെ ഇൻവൈറ്റ് ചെയ്യും. നമ്മളെ സോളിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ലവ്. അപ്പോൾ ലവ് വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഗൈഡൻസ്, ഈശ്വരൻ്റെ ഗൈഡൻസിനെ ഫോളോ ചെയ്യാൻ പറ്റും. സോ ലോസിന് ശേഷമാണ്, സോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങൾ വലിയൊരു ലോസിലൂടെ ആകാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെ റിജക്ട് ചെയ്തെന്നിരിക്കാം. സോ അത് ടോട്ടൽ ലോസ് ആയിരിക്കും, ഗ്രീഫ് ആയിരിക്കും. സെക്കൻഡ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ കൂടെ ഉള്ള പാർട്ട്ണർ നിങ്ങളുടെ ഫോൾസ് ട്വിൻ ഫ്ലെയിം ആണ്, അല്ലെങ്കിൽ ഫോൾസ് പാർട്ട്ണർ, അല്ലെങ്കിൽ കാർമിക് പാർട്ട്ണർ ആണ്. സോ അതും ലോസ് ആണ്. അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ചതി, അതും ലോസ് ആണ്. നിങ്ങൾക്കിപ്പം എന്താ പറയാ, നിങ്ങൾക്കിപ്പം 7 ശനി, കണ്ടക ശനി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ടൈം പീരീഡാണ്. സോ നിങ്ങൾക്ക് റിവീൽ ആവാണ് നിങ്ങളുടെ യഥാർത്ഥ ഫ്രണ്ട്സ് ആരാണ്, നിങ്ങൾ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് നിങ്ങളെ ജെനുവനായിട്ട് സ്നേഹിക്കുന്നത്, നിങ്ങൾ കൊടുക്കാതെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ആരാണ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ലോസ്. സോ നിങ്ങൾക്ക് എന്തോ നിങ്ങൾ ഭയങ്കരമായിട്ട് കൊണ്ട് നടന്ന, അല്ലെങ്കിൽ അത്രയും പ്രിയപ്പെട്ട ഏതോ ഒരു സ്വപ്നം മേ ബി തകർന്നു. എങ്കിൽ നിങ്ങളെല്ലാം ഇന്നോവക്ക് ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് ബിസിനസ്സിൽ ഫ്ലോപ്പായി നിങ്ങളുടെ ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടും ആ എക്സാം കിട്ടിയില്ല. സോ അവിടെയും ലോസ്. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ലവ് ചെയ്ത ഒരാൾ നിങ്ങളെ ബിട്രേ ചെയ്തു, ചതിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം തന്നെ നിങ്ങൾ അബാൻഡൻ ചെയ്തു, അല്ലെങ്കിൽ റിജക്ട് ചെയ്തു, വേറൊരാളെ ചൂസ് ചെയ്തു, നിങ്ങൾക്ക് ഉപരി മേ ബി ഫാമിലിനെ ചൂസ് ചെയ്തതാകാം, അല്ലെങ്കിൽ ജോബ് തന്നെ കരിയറിനെ ചൂസ് ചെയ്തതാകാം, അല്ലെങ്കിൽ ഒരു അനദർ റിലേഷൻഷിപ്പിനെ ചൂസ് ചെയ്തതാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പ്രയോറിറ്റി കൊടുത്തതാകാം, നിങ്ങൾക്ക് കൊടുത്തില്ല. സോ നിങ്ങളുടെ ലൈഫിൽ ടോട്ടൽ ലോസ് വന്നു. സോ ഈ ലോസ് വന്നത് നിങ്ങളുടെ ഈഗോ മൈൻഡ് ചത്തു. ബിക്കോസ് ലോസ് വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഇതിനെയാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത്, ഡാർക്ക് നൈറ്റ് ഓഫ് ദ ഈഗോ. ബിക്കോസ് സോള് ഡാർക്ക് നൈറ്റിലൂടെ അല്ല കടന്നു പോകുന്നത്, ഈഗോ ഡെത്ത് ആണ് നമുക്ക് സംഭവിച്ചത്. അതുകൊണ്ടാണ് അത്ര ഗ്രീഫ് പെയിന് വരുന്നത്. സോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് മേജർലി ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ടൈമിലൂടെ കണ്ടത്, കാരണം ഭയങ്കര ലോസിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ലോസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗൈഡൻസിനെ കൊണ്ടുപോകണം, പ്രോപ്പർ ഗൈഡൻസ് ഉണ്ട് നിങ്ങൾക്ക്. So when you meet divine intelligence, your foundation, you finally have a fixed star to follow. So ഇങ്ങനെ നിങ്ങളുടെ സോൾ ഗൈഡ് ചെയ്യാൻ തുടങ്ങും നിങ്ങളെ. അങ്ങനെ നിങ്ങളൊരു ഫിക്സ്ഡ് അത് നിങ്ങൾ ഫിക്സ് ചെയ്യും. ഇനി മുതൽ ഞാൻ എൻ്റെ സോൾ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. അല്ലെങ്കിൽ കാരണം നിങ്ങൾക്ക് ആൻസർ കിട്ടും ഏത് ട്രാക്കിലൂടെ പോയാലാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ. സോ ഞാൻ എപ്പോഴും വീണ്ടും നമ്മുടെ അത് തന്നെ നിങ്ങളുടെ ഡെസ്റ്റിനേഷനെ മാറ്റേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ജസ്റ്റ് പാതി ഒന്ന് മാറ്റണം. ഈ പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കാരണം ഈഗോ ഡെത്ത് സംഭവിക്കുന്ന നമ്മുടെ പഴയ സെൽഫ്, ഓൾഡ് സെൽഫ് മരിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. കാരണം നമ്മുടെ ഫോൾസ് ആയിട്ടുള്ള ഐഡന്റിറ്റി എല്ലാം നമ്മൾ ത്യജിക്കേണ്ടതായിട്ട്. സോ ഇറ്റ്സ് ഫോൾസ് ട്വിൻ ഫ്ലെയിമിന്റെ അർത്ഥം തന്നെ അതാണ്. നിങ്ങളുടെ ലൈഫല്ല, ഫോൾസ് ആയിരിക്കുന്ന എല്ലാം മരിക്കും, ഇൻക്ലൂഡിങ് ദ പേഴ്സൺ. മരിക്കും ഇൻ ദ സെൻസ് ഫിസിക്കൽ ഡെത്ത് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ലൈക്ക് spiritual death of your identity, your fake identity. നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്ത ഐഡന്റിറ്റി, ലൈക്ക് സമൂഹത്തിൽ നിങ്ങളുടെ ഒരു പേര് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ, ഈ ഒരു ഫോൾസ് ആയിട്ടുള്ള എല്ലാം വയ്ക്കും. സോ ഈഗോയ്ക്ക് സർവൈവ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. എസ്പെഷ്യലി ടോറസ് സൈനിലും കൂടെ ഇരിക്കുന്നുണ്ട്, സൺ ടോറസ് സൈനിൽ ഇരിക്കുന്നുണ്ട്. ഈഗോയ്ക്ക് അപ്പം ഇൻസെക്യൂരിറ്റി വരുന്നത്, അല്ലെങ്കിൽ സേഫ്റ്റി, അതിൻ്റെ എന്താ പറയാ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യം അത് അൺഗ്രൗണ്ടഡ് ആവും. സോ നിങ്ങൾക്ക് ഫിസിക്കൽ പെയിൻ ഉണ്ടാവാം, ബാക്ക് പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
നിങ്ങൾക്ക് രാത്രി ഉറക്കം ഉണ്ടാവില്ല, കണ്ടിന്യൂസ് തോട്ട്സിലൂടെ ആയിരിക്കും നിങ്ങൾ പറഞ്ഞത്, ടെർമോയിലായിരിക്കും, പാനിക് അറ്റാക്ക് ഉണ്ടാവും, രാത്രി നിങ്ങൾ ഞെട്ടി ഉണരുന്നു, സ്വപ്നം കണ്ട് മേ ബി കൂടുതൽ നിങ്ങൾക്ക് ഡ്രീംസ് വരുന്നത് എക്സാമിന് ലേറ്റ് ആയിപ്പോയി, നിങ്ങൾ എക്സാമിന് തോറ്റു, നിങ്ങൾ ഇപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളിപ്പോൾ നല്ലൊരു ജോബ് ചെയ്യുക, മേ ബി കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് വർഷങ്ങളായിക്കണം, എന്നിട്ടും നിങ്ങൾ ഞെട്ടിപ്പോകുന്നു, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കാണുന്നില്ല, അപ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ മിസ്സായിപ്പോയി, ഇങ്ങനെയുള്ള വിയേർഡ് ഒരു ഡ്രീംസിലൂടെ ആയിരിക്കും. കാരണം ഇതെല്ലാം സൈനാണ്, ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തോ ചേഞ്ച് ആവാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് എ ഇന്നർ കോളിംഗ്. സോ ഈ ഡ്രീമിനെയൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ പ്രോപ്പർ ഗൈഡൻസ് ഉണ്ട്, നിങ്ങളുടെ സോൾ പറയുന്നുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടതെന്ന്. അല്ലെങ്കിൽ ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിന് ശേഷം നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഈശ്വരൻ തരും. സോ പ്ലീസ് ഫോളോ ഇറ്റ്. ഓക്കെ. ആൻഡ് ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഫോർ എ പേഴ്സണൽ ടാരോ സെഷൻ. ഓക്കെ. ഇത് നിങ്ങളുടെ ഈ ഗൈഡൻസ് നിങ്ങളെ എത്തിക്കുന്ന ഇന്നർ പവറിലേക്കാണ്. നിങ്ങളുടെ ഇന്നർ പവറിനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സോൾ ഡെത്ത്, അല്ലെങ്കിൽ സോറി ഈഗോ ഡെത്തിലൂടെ ഡാർക്ക് നൈറ്റിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്. ബിക്കോസ് സമൃദ്ധി യൂണിയനിൽ ഇരിക്കുമ്പോഴേ ഉണ്ടാവത്തുള്ളൂ. സോ സമൃദ്ധി എന്താണ്? അബണ്ടൻസ് മീൻസ് എല്ലാ തരത്തിലുള്ള സമൃദ്ധിയാണ്. നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ടുള്ള സമൃദ്ധി, ലവിന്റെ കാര്യത്തിലുള്ള സമൃദ്ധി, ഫിനാൻസിലുള്ള സമൃദ്ധി. സമൃദ്ധി ഈസ് ഓൾ അബൌട്ട് എവ്രിതിങ്. ആൻഡ് സമൃദ്ധി ഉണ്ടാകുന്നത് യൂണിയൻ എനർജിയിൽ ഇരിക്കുമ്പോഴാണ്. സെപ്പറേഷൻ കോൺഷ്യസ്ലി ഇരിക്കുമ്പം ഒരിക്കലും സമൃദ്ധി ഉണ്ടാവില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് പറഞ്ഞത്. വെൻ നമ്മൾ ചൂസിങ് സെപ്പറേഷൻ, യു ആർ ചൂസിങ് suffering, you are choosing a victim, you are choosing separation from God, separation from your love, separation from everything. അത് എല്ലാ മേഖലയും റിഫ്ലക്ട് ചെയ്യും. സോ ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്ന ചിലപ്പം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യപ്പെട്ട സ്ഥലത്തായിരിക്കും. ചിലർക്ക് ഫിനാൻഷ്യൽ ആയിരിക്കും അത് റിഫ്ലക്ട് ചെയ്യുന്നത്, ചിലർക്ക് അത് ഇമോഷണലി വൈസ് ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്, ചിലർക്ക് സപ്പോർട്ട് എന്ന രീതിയിലായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്, ചിലർക്ക് അത് ഉള്ളിലെ ഇൻസെക്യൂരിറ്റീസ് ആയിട്ടായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. സോ ദ സെപ്പറേഷൻ വിൽ ബി റിഫ്ലക്റ്റഡ് one way or the other way. So it will be reflected. So നിങ്ങളുള്ള ഇന്നർ പവറിനെ ദ സ്ട്രെങ്ത് കാർഡാണ് 8 നമ്പറിലെ സ്ട്രെങ്ത് കാർഡിനാണ് എനിക്ക് ഓർമ്മ വന്നത്, മേജർ ആർക്കാണല്ലേ. സോ ഗിവ് മീ ദ കറേജ് ആൻഡ് ദ പവർ ടു ഡു വാട്ട് മസ്റ്റ് ബി ഡൺ. സോ നിങ്ങളുടെ സോള് അറ്റ് ലാസ്റ്റ് ടേക്ക് ഓവർ ചെയ്യുകയാണ്. നിങ്ങളുടെ ഈ ഈഗോ ഡെത്തിലൂടെ ഈ ഗൈഡൻസ് നിങ്ങൾക്ക് വരുവാണ്. സോ നിങ്ങൾ ഈ എല്ലാവരോടും പറയാണ്, ഇനിയാണ് ഞാനാണ് എൻ്റെ സോളിൻ്റെ ഡ്രൈവർ. നിങ്ങൾ ഫൈനലി നിങ്ങളുടെ ഡ്രൈവർ സീറ്റിലേക്ക് വരികയാണ്. സോ കൺഗ്രാറ്റുലേഷൻ മൈ ഡിയർ സോൾ ഫാമിലി ആൻഡ് വ്യൂവേഴ്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഞാൻ വ്യൂവേഴ്സ് എന്ന് പറയാം. സോ ആൻഡ് ദ സബ്സ്ക്രൈബർ വൺസ് ആർ മൈ ഫാമിലീസ്. സോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ അച്ചീവ്മെൻറ്റ്. ബിക്കോസ് ഫൈനലി നിങ്ങൾ ബാക്ക് സീറ്റിൽ നിന്ന് നിങ്ങളുടെ സോളിൻ്റെ ഫ്രണ്ട് സീറ്റിൽ, നിങ്ങളുടെ ജേർണിയിലെ ഫ്രണ്ട് സീറ്റിൽ വന്ന് നിങ്ങൾ സ്റ്റിയറിംഗ് പിടിച്ചു. യെസ്, എന്താണ് എൻ്റെ ലൈഫിൽ ചെയ്യേണ്ടതായിട്ട് അത് തന്നെ ഞാൻ ചെയ്യും. ഏതാണ് എനിക്ക് പീസ് വരുന്നത്? നിങ്ങൾ ഒരു ടെമ്പററി സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ടെമ്പററി ഹാപ്പിനെസ്സിൻ്റെ പുറകിലല്ല, ഇനി പെർമനൻറ്റ് ഹാപ്പിനെസ് അല്ല, അതിലുപരി നിങ്ങൾ ജോയ്, ഹാപ്പിനെസ്സിലുപരിയാണ് ജോയ്, ഒരു ആനന്ദകരമായ സ്റ്റേജിലേക്ക് അതിനെയാണ് നിങ്ങൾ പ്രയോറിറ്റി തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ പീസ്, സമാധാനത്തിനെയാണ് പ്രയോറിറ്റി തരുന്നത്, റാദർ ദാൻ പീപ്പിൾ പ്ലീസിങ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ബിക്കോസ് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ചെയ്യാനും നിങ്ങളുടെ ലൈഫിനെ ചീത്തയാക്കാനും നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സോ ബിക്കോസ് നിങ്ങളുടെ ലൈഫിലുണ്ടായ ഈ നഷ്ടങ്ങൾക്ക് ആരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. സോ എല്ലാവരും പറയുന്നത് ഞങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ, നീ തനിയെ ചെയ്തതല്ലേ. സോ എവ്രി വൺ എന്താ, നിങ്ങൾ ആ സമയത്ത് ആരുടെങ്കിലൊക്കെ മാനിപ്പുലേഷനിലൂടെ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കില്ല. ഈവൻ പോലും നിങ്ങൾ വേറൊരു മാരേജ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു കരിയർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കരിയർ ആയിക്കോട്ടെ, ഒരു പാർട്ട്ണറെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജോബ്, എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ ഇൻഫ്ലുവൻസ് കാരണം നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് നൗ എവ്രി വൺ ഈസ് സ്റ്റെപ്പിംഗ് ബാക്ക്. എല്ലാവരും പറയുന്നത് ഞങ്ങൾ പറഞ്ഞു. സോ എല്ലാവരും കൈ കൊടുക്കും. സോ ദേ ആർ നോട്ട് ടേക്കിംഗ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. സോ അറ്റ് ലാസ്റ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ പുറത്താവുന്നത്. നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ റോങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റിയും സ്വയം നിങ്ങൾ ഏറ്റെടുക്കേണ്ട അവസ്ഥ. സോ നിങ്ങൾക്ക് മനസ്സിലായി നൗ ഇറ്റ്സ് മൈ ഡ്യൂട്ടി അല്ലേ. എൻ്റെ ലൈഫിലെ ഹാപ്പിനെസ്സിനും സോറോ, എൻ്റെ സങ്കടങ്ങൾക്കാണ് ഞാൻ മാത്രമാണ്, എൻ്റെ പാസ്റ്റിലെ ഡെസിഷൻ കാണും. സോ നിങ്ങൾ അറ്റ് ലാസ്റ്റ് ഇന്നർ പവർ റീഗെയിൻ ചെയ്യുകയാണ്. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് കാർഡ് ഈസ് ദ ലവ്. ഓക്കെ. ആൻഡ് ഈ ഇന്നർ പവർ എവിടെ നിന്നാണ് വരുന്നത്? ലവിൻ്റെ വൈബ്രേഷൻ എന്നാണ്.
സ്നേഹം അല്ലെങ്കിൽ ലവ് എന്ന് ഏറ്റവും ഹയസ്റ്റ് വൈബ്രേഷനാണ്. ലവിന് മാത്രമേ ആ ശക്തിയുള്ളൂ. മനസ്സിലായില്ലേ? പ്യുവർ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവിന് മാത്രമേ ആ പവർ ഉള്ളൂ. ഇന്നർ സ്ട്രെങ്തിനെ ആ ദുർഗയെ പോലെ ആവാൻ. മനസ്സിലായില്ലേ? So, divine source is the idea that no person, place, or thing is your salvation, only love itself. So, നിങ്ങളെ പൂർണ്ണമാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മോക്ഷത്തിലെത്തിക്കുന്നത് സ്ഥലമോ സാധനമോ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിനോ നിങ്ങളുടെ റെപ്യൂട്ടേഷനോ നിങ്ങൾ ജോബിൻ്റെ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ടൈറ്റിലോ ഒന്നുമല്ല. ഇറ്റ്സ് പ്യുവർ ലവ്. ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്. നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളൊരു ലോസിൽ നിന്ന് തുടങ്ങി ഗൈഡൻസിലെത്തി. ലോസിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടി. ഇന്നർ ഗൈഡൻസ് നിങ്ങളുടെ ഇന്നർ പവറിനെ ബിൽഡ് ചെയ്യാൻ സഹായിച്ചു. ആൻഡ് ആ ഇന്നർ പവർ വന്നത് എവിടെ നിന്നാണ്? ലവിൽ നിന്ന്. സോ എവ്രി കാർഡ് ഇസ് പ്രോപ്പറായിട്ട് ആ ഒരു ലെയർ ടു ലെയർ ആയിട്ട് നമുക്ക് ആൻസർ തരുന്ന പോലെ, ഒരു റിവീലേഷൻ വരുന്ന പോലെ. എനിക്കറിയാം എൻ്റെ റീഡിങ്സ് കുറച്ച് ഡീറ്റെയിലാണ്. എനിക്കിന്ന് ഷോർട്ടിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ആഗ്രഹം. ബിക്കോസ് സോറി, ഇറ്റ്സ് നോട്ട് റിട്ടൺ, എഴുതിയതല്ല, സ്ക്രിപ്റ്റഡ് അല്ല. സോ ഈശ്വരൻ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ടീംസ് എന്താണോ ചാനലിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഐ എം ഓൾ ഗോയിങ് ഇൻ. ഓക്കെ, സോ ലവ് വൈബ്രേഷനാണ്, ലവിലേക്ക് ടാപ്പ് ഇൻ ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ. സോ എന്തെങ്കിലും നിങ്ങൾ ആ ലാക്കിൽ മീൻസ് ആ നഷ്ടം അല്ലെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾ സമൃദ്ധിയിലേക്ക് ടാപ്പ് ഇൻ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്. സോ നമ്മൾ ഫസ്റ്റ് ഇത് എല്ലിൽ നിന്നാണ് തുടങ്ങിയല്ലോ, ലോസിൽ നിന്ന് തുടങ്ങി ഇപ്പം ദാ ലവിൽ വന്നിട്ട് ലുക്ക്. സോ ആൻഡ് ഈ കാർഡ് നോക്കുക, റെഡ് ആൻഡ് ദിസ് ഈസ് ദ പർപ്പിൾ. ലൈക്ക് സഹസ്രാര ചക്രയിൽ നിങ്ങളുടെ ബ്ലോക്കേജ് ഉണ്ടായിരിക്കാം. ആ സഹസ്രാര ചക്ര ബ്ലോക്കേജ് ആയിട്ട് നിങ്ങളുടെ ഇന്നർ പവർ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് മണിപ്പൂര ചക്ര. മണിപ്പൂര ചക്ര നിങ്ങൾ അവേക്കൻ ചെയ്തു, നിങ്ങൾ പവർ റീഗെയിൻ ചെയ്തു. സ്വാധിഷ്ഠാന ചക്ര നിങ്ങളുടെ ഇമോഷണൽ ബാഗേജിനൊക്കെ നിങ്ങൾ റിലീസ് ചെയ്തു. ആൻഡ് ഫൈനലി നിങ്ങൾ അനാഹത ചക്രത്തിലേക്ക് പോവുകയാണ്. സോ ലവിങ് നിങ്ങളുടെ സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്. ബിക്കോസ് ഇറ്റ്സ് റെഡ്. റെഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് പവർ. റെഡ് ഇറ്റ്സ് അബൌട്ട് പവർ, എലഗൻസ് ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. റെഡ് റോസസിനെ പോലെ നിങ്ങൾ എലഗൻസി നിങ്ങളുടെ. പിന്നെ ഈ റെഡ് കളറിന് താമരപ്പൂവാണ്. സോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും താമര പോലാണ്. നിങ്ങൾ അത്രയ്ക്ക് പ്യുവറാണ്. ലൈക്ക് ചെളിക്കുണ്ടിലല്ലേ താമര വളരുന്നത്. അതിൻ്റെ ആ ഒരു സർക്കംസ്റ്റാൻസിലും അതിൻ്റെ തണ്ട് മുകളിൽ വന്നിട്ടാണ് അത് വിരിയുന്നത്. അതുപോലാണ് എൻ്റെ വ്യൂവേഴ്സ് ഓരോരുത്തരും, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തരും. ബിക്കോസ് യു ആർ സോ പ്യുവർ, സോ ഇന്നസെൻറ്റ്, സോ ഡിവൈൻ. എനിക്ക് ഗൂസ് ബംസ് വരുവാണ്, ലൈക്ക് ലിറ്ററലി ഗൂസ് ബംസ്. I can feel that energies. Like നിങ്ങൾ ഓരോരുത്തരും ലവാണ്. സോ കാരണം നിങ്ങൾ എല്ലാവർക്കും ഗിവ് മാത്രമേ കുറച്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആരും അതിനെ ഓണർ ചെയ്തിട്ടില്ല. അതിനെ നിങ്ങളുടെ പ്രണയത്തെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിനും നിങ്ങൾക്ക് അർഹത അല്ലെങ്കിൽ ആദരവ് കിട്ടിയിട്ടില്ല, അർഹതപ്പെട്ട അംഗീകാരം കിട്ടിയിട്ടില്ല. സോ യു ഓൾ ആർ ഗിവേഴ്സ്, യു ആർ നോട്ട് ടേക്കേഴ്സ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ മിക്കവാറും വാമ്പേഴ്സ് ആയിരിക്കാം, എനർജി വാമ്പേഴ്സ് ആയിരിക്കാം. മേ ബി ബിക്കോസ് ദേ ആർ ഷോയിങ് യുവർ ഇന്നർ ഷാഡോ സെൽഫ്. നിങ്ങളുടെ ഇന്നറിലുള്ള ഷാഡോസിനെ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ലവിനെ ബ്ലോക്ക് ചെയ്യുന്ന ആ എനർജീസിനെയാണ് ചുറ്റുമുള്ള നിങ്ങളെ കാണിച്ചു തരുന്നത്. ഓക്കെ, സോ പ്ലീസ് സ്റ്റെപ്പ് ബാക്ക് ഇൻ ടു യുവർ പവർ ആൻഡ് ലവിങ് ലവ്. ആൻഡ് ഈ ലവ് എനർജി നമ്മുടെ ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കും. മോർ ലവ് ഫീൽ ചെയ്യുമ്പോഴേ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകത്തുള്ളൂ. ലവ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകത്തില്ല. നമ്മുടെ കപ്പ് ശൂന്യമാണെങ്കിൽ സീറോ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക്, സീറോ ഗ്രാറ്റിറ്റ്യൂഡ്. ബിക്കോസ് നമ്മുടെ കപ്പ് ഫില്ല് ചെയ്യാണ്ട് നമുക്ക് ആർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്. സോ ലവ് എനർജി നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുപോകും. നന്ദി, ഈശ്വരനെ സ്മരിക്കുന്നതിന് നിങ്ങൾ എല്ലാത്തിനും കൃതജ്ഞത നിങ്ങൾക്ക് ഉണ്ടാവും. സ്നേഹം ഉണ്ടാകുമെങ്കിൽ മാത്രമേ ആ കൃതജ്ഞത ഫീൽ വരത്തുള്ളൂ. ലൈക്ക് നിങ്ങൾ ശൂന്യമാണ്, നിങ്ങളുടെ കപ്പ് സീറോ ആണ്. നിങ്ങൾ ഗിവ് ചെയ്ത് എക്സോസ്റ്റഡ് ആയി. നിങ്ങൾക്കിനി കൊടുക്കാൻ ഒന്നുമില്ല, നിങ്ങൾ തീരൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് മെറ്റീരിയലിറ്റിക് തിങ്.
ലൈക്ക് പൈസ കടം കൊടുക്കുന്നു അല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് എനർജി. യു ക്യാൻ ഫീൽ ദാറ്റ് യു ആർ ഡ്രെയിൻഡ്. നിങ്ങൾക്ക് ഫീൽ ആവും നിങ്ങൾ ഡ്രെയിൻ ആയി, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ, നിങ്ങൾ എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് തോന്നും എനിക്ക് ലൈക്ക് 8 of Cups എനർജി ആയിട്ട് എനിക്കിതൊന്നും വേണ്ട, ഞാൻ എല്ലാം ഇട്ടിട്ട് പോകാൻ പോകുന്നുള്ള ഒരു സ്റ്റേജ് എത്തും. സോ നിങ്ങളുടെ ഉള്ളിൽ സീറോ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിലുള്ള നല്ല കാര്യങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് പോകും. നിങ്ങൾക്ക് പിന്നെ കൂടുതൽ ഇല്ലായ്മയായിരിക്കും കാണുന്നത്. അതില്ല ഇതില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ എന്താണ് ഇല്ലാത്ത അത്. മേ ബി ഈ സമയത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ഇല്ലാത്തൊരു സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അൺസപ്പോർട്ടഡ് ആണെന്ന് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം വേറൊരു പാർട്ട്ണറിലേക്ക് ചൂസ് ചെയ്ത് പോയെങ്കിൽ നിങ്ങൾ ലോൺലിനെസ് ഫീൽ ചെയ്യും. ഡീപ്പായിട്ട് ലോൺലിനെസ് ഫീൽ ചെയ്യും. നിങ്ങൾ പണിച്ചാണ്, ഒറ്റയ്ക്കാണ്, ആരുമില്ല സഹായിക്കാൻ. അത് നിങ്ങൾ ഭയങ്കര ബോട്ടം റോക്ക് ഹിറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഈ ഒരു പരിസ്ഥിതിയിലാണ് എൻ്റെ വ്യൂവേഴ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു എനർജിയിൽ നിന്ന് പുറത്തു വരാനാണ് ഈ രാശി നിങ്ങളോട് പറയുന്നത്. ഇവിടെയൊക്കെയാണ് നിങ്ങളുടെ സമൃദ്ധിയെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം ലക്ഷ്മി ദേവി ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പം എന്താണ് പറയേണ്ടത്? സോ fill me with gratitude for all you give. May I be a vehicle for you wherever I go. So ഇല്ലേ, ഹമ്മിങ് ബേർഡ് അതിൽ തേൻ ഇതിൽ കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. സോ ലക്ഷ്മി ദേവി പറയുന്നത് പ്ലീസ് ഫിൽ യുവർ ഓൺ കപ്പ്. നിങ്ങളുടെ കപ്പ് ഫിൽ ചെയ്യാതെ നിങ്ങൾക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് എനർജി. മണി പോലും എനർജിയാണ്, ബിക്കോസ് ടൈം എനർജിയാണ്. സോ പ്ലീസ് നിങ്ങളുടെ ടൈമിന്, നിങ്ങളുടെ ആ 24 hour എല്ലാവർക്കും ഈക്വലിയാണ് ഈശ്വരൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈശ്വരൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എല്ലാ കാര്യവും ഈക്വലി ആയിരിക്കും. പ്ലീസ് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ 24 hour നിങ്ങൾ എത്ര സമയം നിങ്ങൾക്കായി ചെലവഴിക്കും, നിങ്ങൾക്കായി മാറ്റി വരും. നിങ്ങൾ എത്ര സമയം ആ ഈശ്വരനോട് ഒരു കോൺവെർസേഷന് വേണ്ടി സമയം ചെലവഴിക്കുന്നത്, എത്ര നേരം നിങ്ങൾ നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുന്നു. ചെക്ക്. സോ നിങ്ങൾക്ക് വേണ്ടി ആ സമയം മാറ്റി നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫ് എല്ലാവരും നിങ്ങളെ യൂസ് ചെയ്യുന്ന പോലെ. നിങ്ങളെ എല്ലാവരും മിസ്യൂസ് ചെയ്യും. നിങ്ങൾ ഒരു ഡസ്റ്റ്ബിൻ പോലെ ഫീൽ ചെയ്യപ്പെടും. ലൈക്ക് നിങ്ങൾ ആരും ആദരിക്കുന്നില്ല. എല്ലാവരും വന്ന് അവരുടെ ഫ്രസ്ട്രേഷൻ ഡംപ് ചെയ്തിട്ട് പോകും. എല്ലാവരും, കാരണം ബിക്കോസ് നിങ്ങൾ അത്രയ്ക്ക് എംപാത്തറ്റിക് പേഴ്സൺ ആയതുകൊണ്ട്, ബിക്കോസ് ആ എനർജി കാണിക്കില്ല, നിങ്ങൾ അത്രയ്ക്ക് എംപാത്തറ്റിക് പേഴ്സൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വിഷമം ഫീൽ ചെയ്യും. സോ നിങ്ങളുടെ എപ്പോഴും ഉള്ള ഒരു ചിന്താഗതി എന്തായിരിക്കുമല്ലോ, എനിക്കില്ലായിരുന്നല്ലോ സപ്പോർട്ട്. സോ എനിക്കവരെ സഹായിക്കണം, എനിക്കവരെ സപ്പോർട്ട് ചെയ്യണം. സോ നിങ്ങൾ ചില സമയത്ത് ആ എനർജിയിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ സെൽഫിഷ്നെസ്, ഈഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൽഫിഷ് ആകുമ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് സെൽഫിഷ്നെസ് ഡിയർ. ഇറ്റ്സ് അബൌട്ട് വാല്യൂയിങ് യുവർ ടൈം, ഓണറിങ് യുവർ സെൽഫ്, ഓണറിങ് യുവർ ടൈം. നിങ്ങളുടെ സമയം, നിങ്ങളുടെ എനർജീനെ നിങ്ങൾ മാനിച്ചില്ലെങ്കിൽ ഫ്രണ്ട് നിൽക്കുന്ന ആരും മാനിക്കില്ല. അവർ ഫോർ ഗ്രാൻറ്റഡ് നിങ്ങൾ ഫ്രീ അവൈലബിൾ ആണെന്ന് പോലെ തോന്നും. ഈവൻ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം പോലും അങ്ങനെ ആയിരിക്കും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ എനർജീനെ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട്, ലൈക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കുറേ നാളുകൾക്ക് ശേഷം കോൺടാക്റ്റിൽ വന്നു. സോ ആദ്യമൊക്കെ നിങ്ങൾ പ്രോപ്പർ പോലെ നിങ്ങൾക്ക് അത്രയും നിങ്ങളിൽ ഓൾറെഡി നല്ല വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി ബാലൻസ്ഡ് ആയിരുന്നു. പിന്നെ 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 വീണ്ടും നിങ്ങളുടെ ട്വിൻ പറയുന്ന സമയത്തൊക്കെ നിങ്ങൾ അവൈലബിൾ ആവാൻ തുടങ്ങി. സോ സംഹൗ എനർജറ്റിക്കലി അദ്ദേഹത്തിന് ഫീൽ ആവും, നിങ്ങൾ കൗണ്ടർ പാർട്ടിന് ഫീൽ ആവും, അവൻ അല്ലെങ്കിൽ അവൾക്ക് ഫീൽ ആവും ലൈക്ക് യു ആർ അവൈലബിൾ. നിങ്ങൾ വീണ്ടും പ്രയോറിറ്റി ലിസ്റ്റിൽ ആരെയാക്കി, നിങ്ങളെ മാറ്റി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ ആക്കി. സോ he or she will again run away. This is because of the energies. Okay, so gratitude, more gratitude ഉണ്ടാക്കുക ലൈഫിൽ, more gratitude. ആൻഡ് ഈ ഗ്രാറ്റിറ്റ്യൂഡിനൊക്കെ എത്ര നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യും. സോ മെഡിറ്റേറ്റ് ചെയ്യുക. ഇറ്റ്സ് ഓൾ അബൌട്ട് സയൻസ്. ലൈക്ക് നിങ്ങളുടെ ലൈഫിലുണ്ടായ സയൻസ് ആൻഡ് സിൻക്രോണിസിറ്റീസ് നിങ്ങൾ എവിടെയോ ഇപ്പോഴും ബിലീവ് ചെയ്യുന്നില്ല. സോ ഇൻസ്റ്റിങ്സ് ആർ ദ മെസ്സേജ് ഫ്രം ദ ഇന്നർ ഡിവൈൻ. സോ നിങ്ങളുണ്ടാകുന്ന ഗട്ട് ഫീലിങ്സ്, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഫീലിങ്സ്, ഇറ്റ്സ് റിയൽ മൈ ഡിയർ ഫ്രണ്ട്സ്. പ്ലീസ് ബിലീവ് ഇറ്റ്. അതിനെ ബിലീവ് ചെയ്യുക, അതിനെ ട്രസ്റ്റ് ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് എ ഗൈഡൻസ്, ഡയറക്റ്റ് ഗൈഡൻസ് ഫ്രം ദ ഡിവൈൻ. സോളിൻ്റെ ഗട്ട് ഫീലിംഗ്, സോളിൻ്റെ ഇൻസ്റ്റിങ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഇഫ് നിങ്ങളുടെ ബോഡി മൊത്തത്തിൽ പറയുകയാണ് ഒരു പേഴ്സൺ നിങ്ങൾ കള്ളമാണ് പറയുന്നത്, നിങ്ങളെ ഇൻസ്റ്റിങ് പറയാം, ഫസ്റ്റ് തന്നെ പറയാം അവൻ പറയുന്ന കള്ള അല്ലെങ്കിൽ അവൾ പറയുന്ന കള്ള, ജസ്റ്റ് ബിലീവ് ഇറ്റ്. സോ നിങ്ങളുടെ ഫസ്റ്റ് ഇൻസ്റ്റിങ് പറയാൻ കൊടുക്കണ്ടെന്ന് വെച്ചാൽ ബിലീവ് ഇറ്റ്. ബിക്കോസ് അത് നമുക്ക് എക്സ്പ്ലനേഷൻ തരത്തില്ല, എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് പറയുന്നത്. ജസ്റ്റ് ഒരു
ഫേം മെസ്സേജ് ആയിരിക്കും. ഇത് ഒന്നുകിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യരുത്. കാരണങ്ങളൊന്നും പറയില്ല. ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് കാൽക്കുലേറ്റഡ് ചെയ്യുന്ന മൂവൊക്കെ ഫ്ലോപ്പ് ആയിരിക്കും, വൺ ഫ്ലോപ്പ് ആയിരിക്കും. പക്ഷെ ഇൻസ്റ്റിങ്ക്റ്റിൽ എടുക്കുന്ന തീരുമാനം ഇറ്റ്സ് ലൈക്ക് സഡൻ ആയിരിക്കും. ബിക്കോസ് അതിനെ ഈശ്വരൻ മൊത്തത്തിൽ ഇങ്ങനെ എന്താ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ ഇൻസ്റ്റിങ്ങിന്റെ പ്രത്യേകത. സോ പ്ലീസ്, ബിക്കോസ് നിങ്ങളെല്ലാം വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്, പക്ഷെ നിങ്ങളത് ബിലീവ് ചെയ്യുന്നില്ല. നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെ ഇൻസ്റ്റിങ്ങിനെ ട്രസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു മെസ്സേജ് നിങ്ങളുടെ ഇൻസ്റ്റിങ്ങിൽ ഗട്ട് ഫീല് തരുമ്പോൾ ഇറ്റ്സ് യു ഡോണ്ട് ബിലീവ് യുവർ സെൽഫ് ടു ബിൽഡ് എ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സെൽഫ്. ട്രസ്റ്റ് ചെയ്യുക. എനിക്കറിയാം ട്രസ്റ്റ് ഇറ്റ്സ് എ വൈഡ് ടോപ്പിക്, നമുക്ക് ഒരിക്കൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദെൻ റിസീവിങ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുള്ളിൽ സൈൻ, അതായത് ഈ സൈൻ എന്താണ്, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എത്ര നിങ്ങൾ ഷോ ചെയ്യുന്ന അത്രയും നിങ്ങളുടെ ഉള്ളിൽ ഇൻറ്റ്യൂഷൻ ബിൽഡപ്പ് ചെയ്യും. ഈ അങ്ങനെ അങ്ങനെ നമ്മൾ ഫൈനൽ എവിടെയൊക്കെയാണ് റിസീവിങ് മോഡിലേക്ക് എത്താണ്. സോ ലോസിൽ നിന്ന് തുടങ്ങി ഗൈഡൻസിനെ നമ്മൾ ഫോളോ ചെയ്തപ്പോൾ നമ്മളുള്ള ഇന്നർ പവറിനെ ഈശ്വരൻ ബിൽഡ് ചെയ്തു. ആ ഇന്നർ പവർ എവിടെ നിന്നാണ് പറഞ്ഞത്? ലവിൽ നിന്നാണ്. എത്ര ലവ് വരുന്നു അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിൽ വരുന്നു. അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് വരുമ്പോൾ സൈൻ ആൻഡ് സിൻക്രോണിസിറ്റീസ് നമുക്ക് ചുറ്റും വരും. നമുക്കപ്പം എക്സാക്ട്ലി ആൻസർ കിട്ടും. നമുക്ക് ഏത് പാതയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് ബിസിനസ് ആണ് ചെയ്യേണ്ടത്, ഏത് ആൾക്കാരുടെ പാർട്ട്ണർഷിപ്പാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാവും. നിങ്ങൾക്കുള്ള നിങ്ങളുടെ അത്രയും ഇന്നർ സ്ട്രെങ്ത്, ഇന്നർ എബിലിറ്റി, ഇന്നർ ഗൈഡൻസ് സ്ട്രോങ് ആണ്. അതായത് അത്രയും തേർഡായിട്ട് നിങ്ങളുടെ ലൈക്ക് തേർഡ് ഐ ആൻഡ് ക്രൗൺ ചക്ര അത്രയും സ്ട്രോങ് ആവാണ്. ആൻഡ് യുവർ സോളാർ പ്ലെക്സസ്. സോ ഈ എനർജീസിനെല്ലാം റിസീവിങ് മോഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. റിസീവിങ്. ഓക്കെ. So every day it become easier to receive the highest divine plan and to trust my inner guidance. So ഈ റിസീവിങ് മോഡ് നിങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, ഈ സൈൻ ആൻഡ് സിൻക്രോണിസിറ്റീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നും റിസീവ് ചെയ്യാൻ. നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾക്ക് അത്രയും കൃതജ്ഞത വന്ന് നിങ്ങൾ ഓരോ ദിവസം ഓരോ മിറാക്കിൾസിനെ റിസീവ് ചെയ്യും. ഇറ്റ്സ് ഓൾ അബൌട്ട് മിറാക്കിൾസ്. മാജിക് ഉണ്ട്. മാജിക്കിനെ ബിലീവ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. മാജിക്കിനെ ബിലീവ് ചെയ്യാത്തവർക്ക് എങ്ങനെയാണ് കാണിച്ചു തരുന്നത്? സോ ട്രസ്റ്റ് ചെയ്യുക, ബിലീവ് ഇൻ മാജിക്, ബിക്കോസ് മാജിക് ഹാപ്പൻസ് ഇൻ എവറി സെഗ്മെന്റ്. നമ്മുടെ അവിടെ എനർജി ഫ്ലിപ്പ് മതി നമ്മുടെ ലൈഫിൽ മാജിക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ. സോ എനിക്കറിയാം ഇറ്റ്സ് ഹാർഡ് സംടൈം ടു ട്രസ്റ്റ് അവർ ഇന്നർ ഗട്ട്സ്, ബിക്കോസ് നമ്മുടെ ഉള്ളിൽ പറയുന്ന ഇന്നർ ഗൈഡൻസും പുറത്ത് കാണുന്ന സർക്കംസ്റ്റാൻസുകളിൽ വളരെ വളരെ വ്യത്യാസമായിരിക്കും. പക്ഷേ യു ഹാവ് ടു ട്രസ്റ്റ് ഇറ്റ്, ബിക്കോസ് നമ്മുടെ ഇന്നർ ഗൈഡൻസ്, ഇന്നർ വോയിസ് നമുക്ക് പ്രൂഫ് തരില്ല. ഇത് ചെയ്താൽ ഇത്ര ബെനിഫിറ്റ് ചെയ്തു, ഇത് ചെയ്താൽ ഇത് നഷ്ടം. അത് ഈഗോ ആണ് അങ്ങനെ ചെയ്യുന്നത്. ബിക്കോസ് എന്തിനാണെന്നറിയോ, നിങ്ങൾ ആ ഒരു ഇപ്പം നിങ്ങൾ അത് ഈഗോ പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ലോസ് സംഭവിക്കുമ്പോൾ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞായിരുന്നു ഇത് ചെയ്യല്ല. കാരണം ഞാൻ മുൻകരുതലും അതിൻ്റെ മുൻകരുതലും കാണിച്ചായിരുന്നു, അതിൻ്റെ ബെനിഫിറ്റും കാണിച്ചത്. സോ ഈഗോ മൈൻഡ് അങ്ങനെയാണ്, ലോജിക്കലായിട്ട് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് അത് പറയും, ലോജിക്കലി ആൻസർ ചെയ്യും. പക്ഷെ നമ്മുടെ ഗട്ട് ഫീലിങ്സ് അല്ലെങ്കിൽ സോൾ ഇൻസ്റ്റിങ് ഇൻറ്റ്യൂഷൻ അങ്ങനെ ആയിരിക്കില്ല. ഇറ്റ്സ് ഒറ്റ ആൻസർ ഉണ്ടാവില്ല, ഒന്നുകിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യരുത്. മനസ്സിലായില്ലേ? സോ പ്ലീസ് always trust and rebuild your connection with yourself, with yourself. Okay. And last and final, എട്ടാമത്തെ കാർഡാണ് ചേഞ്ച്. When the ego finally sees the utter madness of trying to control everything, you come to a sacred crossroad in your own evolution. സോ ചേഞ്ച് അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു സാഹചര്യത്തെ മാറ്റണമെങ്കിൽ മൊത്തത്തിൽ ചേഞ്ച്. നമ്പർ 5 കാണിക്കുന്നത്. ഈ ഒരു മാസം നമ്പർ 5 ആണ്. ആൻഡ് എട്ടാമത്തെ കാർഡാണ് ചേഞ്ച് വന്നത്. സോ ഈ വർഷത്തെ നമ്മുടെ സംഖ്യ എന്താണ്? 8 ആണ്. 8 എന്താണ്? സാറ്റേണിന്റെ നമ്പറാണ്. അബണ്ടൻസ്, മിറാക്കിൾസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ. സോ എട്ടാമത്തെ നമ്പറിൽ വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ, നിങ്ങളുടെ അബണ്ടൻസ്, ഫിനാൻഷ്യൽ ഗെയിൻ വേണമെങ്കിൽ യു ഹാവ് ടു ചേഞ്ച് എ പാറ്റേൺ ഓഫ് ലൈക്ക് ഗ്രീഫ്. കണ്ടിന്യൂസ് നിങ്ങൾ വിക്ടിം എനർജിയിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് നിങ്ങൾ ഓവർ ഗിവിങ് പാറ്റേൺ ആയിരിക്കും ചെയ്യുന്നത്. കണ്ടിന്യൂസ്ലി നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഇന്നർ പവർ മറ്റുള്ളവർക്ക്, അപ്പോൾ സോ നിങ്ങൾ എവിടെയോ മാനിപ്പുലേറ്റഡ് ആവുന്നുണ്ട്, നിങ്ങളെ ഓവർ പവർ ചെയ്യുന്നുണ്ട് ആരൊക്കെയോ. സോ ഇതെല്ലാം മാറ്റാണ്. സോ ഈ ചേഞ്ച് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്താണ്? ഇറ്റ്സ് ലവ്. യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഓൾ അബൌട്ട് ലവ് ആൻഡ് റിസീവിങ് മോർ ഗൈഡൻസ്, ഇന്നർ പവർ. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എപ്പോഴും ലവ് ആണ്.
ആൻഡ് നിങ്ങൾ എടുക്കുന്ന പാത, യു ഹാവ് ടു ചേഞ്ച് യുവർ പാത്ത്, നോട്ട് ചേഞ്ചിങ് യുവർ ഡെസ്റ്റിനേഷൻ. ഓക്കെ, നോട്ട് ചേഞ്ചിങ് യുവർ ഡെസ്റ്റിനേഷൻ, ബട്ട് യു ഹാവ് ടു ചേഞ്ച് യുവർ പാത്ത്. ഇനി ആ ഒരു പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, സമൃദ്ധി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നില്ല, വിക്ടറി ഉണ്ടാവില്ല. വിക്ടറി ഉണ്ടാവണമെങ്കിൽ യു ഹാവ് ടു ചേഞ്ച് ദ പാത്ത്, നോട്ട് ദ ഡെസ്റ്റിനേഷൻ. നിങ്ങൾക്ക് ഡെസ്റ്റിനേഷനെ മാറ്റേണ്ട ഒരു ആവശ്യമില്ല, അത് ലവ് ആണ്. പക്ഷെ നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന പാത ജസ്റ്റ് ഒന്ന് മാറ്റണം, റീറൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഇൻഡിവിജ്വാലിറ്റിയാണ് ബോട്ടം ഓഫ് ദ ടെക്ക് വന്നത്. സോ എവറി പേഴ്സൺ ഹാസ് ദെയർ ഓൺ പേഴ്സണലൈസ് സ്റ്റഡി പ്ലാൻ ഇൻ ദ എർത്ത് സ്കൂൾ. ഇതൊരു ആൻഡ് ഫൈനലി ഈശ്വരൻ പറയുന്നത്, അല്ലെങ്കിൽ ഡിവൈൻ പറയുന്നത്, ഇതൊരു എർത്ത് ഒരു നിങ്ങളുടെ സ്കൂളാണ്. നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് എന്താ മിഷനായിട്ടാണ് ഈ ഭൂമിയിൽ വരുന്നത്. നമ്മുടെ ഹാർമോണിയസ് യൂണിയനിലും ഒരു പെർട്ടിക്കുലർ എർത്ത് മിഷൻ ഉണ്ട്. സോ നിങ്ങൾ ഓരോരുത്തരുടെയും ഹാർമോണിയസ് യൂണിയൻ അത്രയും പ്രിയപ്പെട്ടതാണ് ഈശ്വരൻ. സോ പ്ലീസ് നെവർ ഗിവ് അപ്പ് ചെയ്യുക, നെവർ എവർ എവർ ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ് ഓൾസോ. ബിക്കോസ് നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വന്നതാണ്, സൊസൈറ്റിക്കൽ റൂൾസിനെ തച്ചുടയ്ക്കാൻ വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സോ നിങ്ങളുടെ ഡ്യൂട്ടിനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. നിങ്ങളുടെ സമൃദ്ധിയെ നിങ്ങളാണ് ബ്ലോക്ക് ചെയ്യുന്നത്. നിങ്ങൾ മീൻസ് നമ്മളെല്ലാവരും, ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ചില പാറ്റേൺ ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു റീഡിങ് എന്നെയും ഒരുപാട് സഹായിക്കും ടു ഫൈൻഡ് മൈ ലൂപ്സ്, എൻ്റെ ലൂപ്സും പിറ്റ് ഹോൾസ്, അല്ലെങ്കിൽ എവിടേക്കാണ് എനിക്കും പതനങ്ങൾ സംഭവിക്കുന്നത്. സോ നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ് അല്ലേ. സോ പ്ലീസ് ഫോർ ഗിവ് എവ്രി വൺ ആൻഡ് ഫോർ ഗിവ് യുവർ സെൽഫ്. ആൻഡ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണ് നോക്കുക, നിങ്ങളുടെ ഐഡൻറ്റിറ്റിനെ നോക്കപ്പെട്ടു. ഐഡൻറ്റിറ്റി ഇൻ ദ സെൽഫ്, നിങ്ങളുടെ ഫോൾസ് ഐഡൻറ്റിറ്റി അല്ല ഞാൻ പറയുന്നത്, ട്രൂ ഐഡൻറ്റിറ്റി ലൈക്ക് യുവർ ട്രൂ എസെൻസ്. നിങ്ങളുടെ ട്രൂ എസെൻസ് ഉണ്ട്, സോളിൻ്റെ എസെൻസ് ഉണ്ട്. സോളിൻ്റെ എസെൻസ് ബ്രിങ് ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് ലവ് എനർജിയിലേക്ക് ടാപ്പ് ഇൻ ചെയ്യണം. നിങ്ങളുടെ ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. സോ താങ്ക് യു സോ മച്ച്. ഹോപ്പ് നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഇടവ മാസം നിങ്ങളുടെ അബണ്ടൻസ് എനർജിയിലേക്ക് ടാപ്പ് ഇൻ ചെയ്യണം. എന്താണ് മേജർലി നിങ്ങൾ അല്ലെങ്കിൽ മേജർലി ഏതൊക്കെ എനർജിയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം, ഏതൊക്കെ എനർജീസിന് ലെറ്റ് ഗോ ചെയ്യണം, ലോസിനെ ലെറ്റ് ഗോ ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ലോസ് ഉണ്ടായിരിക്കും, പ്ലീസ് അത് നിങ്ങളുടെ ഇന്നർ പവറിനെ, ഇന്നർ സ്ട്രെങ്തിനെ കാണിക്കാനാണ്. സോ എവ്രിതിങ് നിങ്ങൾ ലൈഫിൽ പോയിക്കുന്ന ഓരോ ഡാർക്ക് സൈഡും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇന്നർ ലൈറ്റിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്നർ സ്ട്രെങ്തിനെയാണ് കാണിക്കുന്നത്. സോ ജസ്റ്റ് കണ്ണടച്ച് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. ഈ ഇരിക്കുന്ന നിങ്ങളായിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ ആ ഒരു ലെസൺസ് കാരണമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ വിസ്ഡം, ഇതൊരു എക്സ്പീരിയൻസിൽ നിന്ന് വന്നൊരു വിസ്ഡമാണ്, അറിവാണ്. അല്ലാതെ നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടിയ അറിവല്ല. സോ ഇറ്റ്സ് വെരി പ്രീഷ്യസ്. അത് നിങ്ങൾ വേറൊരാൾക്ക് ഗൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾ എത്രമാത്രം വിസ്ഡം ഉള്ള ആൾക്കാരാണ്, അറിവുള്ള ആൾക്കാരാണ്. സോ ഐ എം ഗോയിങ് ഡൗൺ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരെ നമിക്കുന്നു. നിങ്ങളുടെ ഓരോ സോളിനെയും അത്രയ്ക്ക് പ്രീഷ്യസ് ആണ് നിങ്ങൾ ഓരോരുത്തരും. സോ ഐ എം ഗോയിങ് ഡൗൺ ടു ദാറ്റ് ഡിവൈൻ വിസ്ഡം. നിങ്ങളുടെ ഉള്ളിൽ ഓരോ വിസ്ഡത്തെ ഞാൻ ഇന്ന് നമസ്കരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും താങ്ക് യു, ലവ് വ്യൂവിന് താങ്ക് യു, വ്യൂസിന് താങ്ക് യു, കമൻസിന് താങ്ക് യു. ആൻഡ് മേ ഈ ഡിവൈൻ എനർജീസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടട്ടെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ലവ് വൈബ്രേഷനിൽ വരട്ടെ, യൂണിയനിൽ വരട്ടെ. ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൾ. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ സെഷൻ ഫോർ ടാരോ കാർഡ് റീഡിങ്, നിങ്ങളുടെ എനർജി ബ്ലോക്കേജ് ഒക്കെ ആണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഫോർ മൈ പേഴ്സണൽ സെഷൻ. ആൻഡ് ഫോർ yoga classes, for inner work, you can contact me. So, okay, thank you so much for your love and support. See you in the next video. Bye and take care. Good night.